ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷിച്ചത് ആരെയെന്നറിയുമോ? കണ്ടുപിടിച്ചവരെയല്ല, വ്യഭിചരിച്ചവരെയല്ല, പലിശ തിന്നവരെയല്ല, സിർക്ക് ചെയ്തവരെയല്ല. അല്ലാഹു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആർക്കെന്നറിയുമോ? ആദം നബി മുതൽ അഷ്റഫുൽ ഖൽഖായ തങ്ങൾ വരെയുള്ള 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ, അംബിയാ മുർസലീങ്ങളുണ്ടല്ലോ. ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂസുഫ് നബിയും യൂനുസ് നബിയും ഹാറൂൻ നബിയും യഹ്യാ നബിയും ഈസാ നബിയും അല്ലാഹുവേ ഈ കണക്കുന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാരുണ്ടല്ലോ. ആ പ്രവാചകന്മാരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് ആ പ്രവാചകന്മാർക്ക്. എങ്കിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, സഹാബാ, ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു കണ്ണുനീര് കുടിപ്പിച്ചതാരെയാ? ഈ 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, അംബിയാ മുർസലീങ്ങള്, ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു വേദനിപ്പിച്ചത് ആരെയാണ്? ഇവരിൽ ഏറ്റവും കൂടുതൽ അല്ലാഹു പരീക്ഷണം കൊടുത്തത് ആരെയാണ്? അത് ഈ ലോകം തന്നെ സൃഷ്ടിക്കാൻ കാരണക്കാരനായ അഷ്റഫുൽ ഖൽഖ് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയായിരുന്നു ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ വേദന അനുഭവിച്ചത്, ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ടത്. അത് അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നു എന്ന് ചരിത്രം അവിടെ പറഞ്ഞു തരുമ്പോ നിങ്ങൾക്ക് ആർക്കെങ്കിലും പറയാൻ കഴിയുമോ അല്ലാഹുവിന്റെ പ്രവാചകനോട് പടച്ച റബ്ബിന് വെറുപ്പുള്ളത് കൊണ്ടാണെന്ന്, അല്ലാഹുവിന്റെ റസൂലിനെ ഇഷ്ടമില്ലാത്തത് കൊണ്ടാണെന്ന് എനിക്കോ നിങ്ങൾക്കോ മരിക്കുന്ന കാലം വരെ പറയാൻ കഴിയുമോ? ഒരിക്കലും പറയാൻ കഴിയില്ല. അല്ലാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട പ്രവാചകന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളായിരുന്നല്ലോ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ, വെറുപ്പുള്ളത് കൊണ്ടല്ല, സ്നേഹം കൂടിയത് കൊണ്ടാ, സ്നേഹം കൂടിയത് കൊണ്ടാ. അപ്പോൾ നിങ്ങൾ ചോദിക്കും, ഉസ്താദേ, സ്നേഹം കൂടിയാൽ അല്ലാഹു കണ്ണുനീര് കുടിപ്പിക്കുമോ? അടുത്ത ചോദ്യം, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ കരുതിയിരിക്കുന്നത് നമുക്ക് ഈ ദുരന്തങ്ങളും ദുഃഖങ്ങളും പ്രയാസങ്ങളും ഒക്കെ അള്ളാഹ് നമ്മളോട് കാണിക്കുന്നത് അള്ളാഹ്ക്ക് നമ്മളെ ഇഷ്ടമില്ലാത്ത കൊണ്ടാണ്. അങ്ങനല്ല എന്റെ പ്രിയപ്പെട്ടവരെ. 5 നേരം നിസ്കരിച്ച് അള്ളാഹുവിനെ ഭയന്ന് നടക്കുന്ന ഒരു മനുഷ്യൻ അള്ളാഹു പരീക്ഷണം കൊടുക്കുന്നുണ്ടെങ്കിൽ അള്ളാഹു അവനോട് ഇഷ്ടമുള്ളത് കൊണ്ടാണ്, നമ്മുടെ സ്നേഹം അളക്കുന്നതിന് വേണ്ടിയാ, നമുക്ക് അള്ളാഹു സ്വർഗം തരാൻ വേണ്ടിയാണ് പരീക്ഷിക്കുന്നതെന്ന് നബിയിനാ റസൂലുള്ളാഹി. അള്ളാഹ്ക്ക് സ്വർഗം തരണ്ടേ, പിന്നെ സ്വർഗത്തിൽ ഓസിന് കയറി പോകാൻ പറ്റൂലല്ലോ. അള്ളാഹുവിന്റെ സ്വർഗത്തിലേക്ക് വെറുതെ കയറി പോകാൻ പറ്റില്ലല്ലോ. നിനക്ക് അള്ളാഹു സ്വർഗം തരണമല്ലോ, നിനക്ക് അള്ളാഹു സ്വർഗം എഴുതി വെച്ചിട്ടുണ്ടല്ലോ. ആ സ്വർഗം തരണമെങ്കിൽ നീ എന്തെങ്കിലും അമല് ചെയ്യണമല്ലോ. നിന്റെ കയ്യിലൊന്നുമില്ലാതെ വരുമ്പോൾ അള്ളാഹു ചില പരീക്ഷണങ്ങൾ നിനക്ക് തന്നിട്ട് അള്ളാഹു നിന്നെ വല്ലാതെ വേദനിപ്പിക്കുകയാണ്, വിഷമിപ്പിക്കുകയാണ്, കണ്ണുനീര് കുടിപ്പിക്കുകയാണ്. എന്നിട്ട് അള്ളാഹു സുബ്ഹാനഹു വ തആല നിന്റെ പാപങ്ങളെല്ലാം പുറത്തു തന്നിട്ട് അതിന് പകരമായിട്ട് അള്ളാഹു നിനക്ക് സ്വർഗം തരുമെന്ന് മുത്തുനബി അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അല്ലാഹു തന്നെ ഖുർആൻ പറയുന്നുണ്ട്. അല്ലാഹു തന്നെ ഖുർആനിൽ പറയുന്നുണ്ട്, അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരീക്ഷണം എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഖുർആൻ എടുത്തു നോക്കൂ. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് പരിശുദ്ധമായ ഖുർആൻ പറയുമ്പോ ഏത് പരീക്ഷണങ്ങളാണ് അല്ലാഹു തരുന്നത്? വലനബുലുവന്നകും ബിശൈഇൻ മിനൽ ഖൗഫ് വൽജൂഇ വനഖ്സിൻ മിനൽ അംവാലി വൽ അൻഫുസി വസമറാത്ത് വബശ്ശിരിസ് സാബിരീൻ الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ അവിടുന്ന് കൊടുക്കുന്ന പരീക്ഷണങ്ങളെ കുറിച്ച് അവിടുന്ന് അല്ലാഹുവിന്റെ ഖുർആൻ എണ്ണി എണ്ണി പറയുകയാണ്. അല്ലാഹു ഇഷ്ടപ്പെട്ടവർക്ക് കൊടുക്കുന്ന പരീക്ഷണങ്ങളുണ്ടല്ലോ, അല്ലാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ അവിടുന്ന് എണ്ണി പറയുമ്പോ എന്റെ പ്രിയമുള്ള സഹോദരാ,